ഏവർക്കും നമസ്കാരം. എക്സ് കാർസിന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കിയയുടെ വാഹനമായ ഷെൽട്ടോസ് ആണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. SUV സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് കിയ ഷെൽട്ടോസ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വാഹനം ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. വളരെ ചുരുക്കം വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഷെൽട്ടോസ്. അങ്ങനെയുള്ള ഒരു മോഡലുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അതിന്റെ മറ്റ് വിശേഷങ്ങളിലോട്ട് നമുക്ക് കടക്കാം. ഇതിനോടകം തന്നെ 3 ലക്ഷം യൂണിറ്റിന് പുറത്ത് വാഹനങ്ങൾ കിയ ഇന്ത്യയിൽ സെയിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2022 മോഡൽ 8000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. അതുപോലെ തന്നെ വളരെ ലോ കിലോമീറ്ററിലാണ് വാഹനം നിൽക്കുന്നത്. നമുക്ക് 1.5 HTK പ്ലസ് പെട്രോൾ മോഡലാണ് വാഹനം. വാഹനത്തിന്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 1.5 ലിറ്ററാണ് വാഹനം വരുന്നത്. 113 BHP 114 BHP ആണ് ടോർക്ക് വരുന്നത്. വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻസ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് കിയ ഷെൽട്ടോസിന് നൽകിയിരിക്കുന്നത്. നമുക്ക് എടുത്ത് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 2022 വന്ന ഒരു ഫേസ് ലിഫ്റ്റഡ് വെർഷനാണ്. പുതിയ ബാഡ്ജിങ്ങോട് കൂടി അവരുടെ എംബ്ലം പഞ്ച് ചെയ്തിട്ടുണ്ട് ബോണറ്റിലായിട്ട്. അതുപോലെ തന്നെ അതിന്റെ ഡിസൈനിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അതിന്റെ ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നമുക്ക് ഒരു സിൽവർ ഫിനിഷോട് കൂടിയ ഒരു ഗ്രില്ല് നമുക്ക് സെൻട്രലായിട്ട് കാണാം. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് യൂണിറ്റ്സ് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. പിന്നെ DRLോട് കൂടി വരുന്ന പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എയർ ഡാം യൂണിറ്റ്സ് നമുക്ക് അടിയിലായിട്ട് വരുന്നുണ്ട്. വാഹനത്തിന്റെ സൈഡ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. നമുക്ക് അത് എടുത്ത് കാണാൻ കഴിയുന്നത് അത് SUV ആണെന്നുള്ളതിന്റെ ഒരു കാര്യം നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കിയ നൽകിയിരിക്കുന്നത്. നമുക്ക് എടുത്ത് പറയാനായിട്ട് സൈഡിലെ വിശേഷം നോക്കുമ്പോൾ ടയറിന്റെ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 5 സ്പോക്സോട് കൂടിയ ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അലോയ്ക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയ ഒരു റിയർ വ്യൂ മിറർ വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ കീലെസ് എൻട്രി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു എൻട്രി സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്ക് ഒരു റൂഫ് റെയിൽ കാണാം. അതുപോലെ ഓവറോൾ നമുക്ക് SUVയുടെ ഒരു ഡിസൈൻ നമുക്ക് എടുത്ത് അതിന്റെ ഡിസൈനിൽ നമുക്ക് കാഴ്ചയിൽ അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 190 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസിന് വാഹനത്തിന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് വാഹനത്തിന്. നമുക്ക് 4 വെയിലന്റ് ഡിസ്ക് ബ്രേക്സ് ആണ് കിയ നൽകിയിരിക്കുന്നത്. നമുക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഫീൽ തന്നെയാണ് വാഹനം നൽകുന്നത്. വാഹനത്തിന്റെ പിൻവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് റിയറിലും വരുന്നത്. ഷാർഫിൻ ആന്റിനാസ് വരുന്നുണ്ട്. അതുപോലെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് വരുന്നുണ്ട് സെൻട്രലായിട്ട്. ഡിഫോഗർ വിത്ത് റിയർ വൈപ്പർ വരുന്നുണ്ട്. നമുക്ക് ന്യൂ എംബ്ലം ബാറ്റ് ചെയ്തേക്കുന്നത് കാണാം. വളരെ സിൽവർ ഫിനിഷിങ്ങോട് കൂടിയ ഒരു എംബ്ലമാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു LED ടൈൽ ലാംപ്സ് തന്നെയാണ് വാഹനത്തിന് വരുന്നത്. വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ നമുക്ക് റിയറിലെ ക്യാമറ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് അടിയിലായിട്ട് ഒരു സെൻസർ യൂണിറ്റിന്റെ ഒരു പോർഷൻ കൂടെ നമുക്ക് ബമ്പറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഡാം യൂണിറ്റ്സിന് സമാനമായിട്ടുള്ള ഒരു ഷേപ്പാണ് അതിന്റെ ബമ്പറിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഡിസൈൻസ് ഒക്കെ വളരെ സ്മാർട്ടായിട്ട് തന്നെ നൽകിയിരിക്കുന്നു. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 433 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് സഫീഷ്യൻ്റ് ആയിട്ട് ലഗേജ് ക്യാരി ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ബൂട്ട് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സ്പെയർ ടയർ യൂണിറ്റ്സ് നമുക്ക് അകത്തായിട്ട് കാണാം. വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങളോട്ട് നമുക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കിയ ഷെൽട്ടോസിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോറിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് നൽകിയിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ 2 ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓഡിയോയുടെ. അതുപോലെ സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ നമുക്ക് 3 സ്പോക്സ് സ്റ്റിയറിംഗ് വീൽസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഡിസ്റ്റൻസ് ടു MT അതുപോലെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസൈഡ് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ സ്റ്റൈലിഷ് ആയിട്ട് വൈഡായിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ നൽകിയിരിക്കുന്നത്.
അഡീഷണൽ ഒരു സബ് വൂഫർ നമുക്ക് സെൻട്രലായിട്ട് കാണാം. ക്യാബിനിലായിട്ട് സെൻട്രലായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ ക്യാബിനിൽ വരുന്ന ഫിനിഷിങ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയ ഒരു ടച്ചാണ് നമുക്ക് പാനലൊക്കെ നൽകിയിരിക്കുന്നത്. ഓവറോൾ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കിയ ഷെൽറ്റോസിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫാബ്രിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഡ്യുവൽ ടോൺ ഫാബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. വളരെ ക്ലീൻ നീറ്റ് ആയിട്ട് ഉള്ള കണ്ടീഷനിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. ഷോറൂം കണ്ടീഷൻ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിന് അവകാശപ്പെടാൻ കഴിയും. അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് എല്ലാം നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ലെഗ് റൂം നോക്കുകയാണെങ്കിൽ റിയർ വളരെ സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം തന്നെയാണ് വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ 3 പേർക്ക് കംഫർട്ടായിട്ട് സിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ റിയർ സീറ്റ്സ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് AC-യുടെ വെൻറ്റ്സ് കാണാം. അതുപോലെ നമുക്ക് കാർ ചാർജർ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ റിയറിൽ വരുന്നുണ്ട്. അതുപോലെ സ്പീക്കർ യൂണിറ്റ് നമുക്ക് റിയറിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് ഡോറിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സൺവൈസർ, നമുക്കൊരു സൺ ഷീൽഡ് നമുക്ക് റിയർ 2 ഡോറിനും വരുന്നുണ്ട്. വാഹനത്തിന്റെ റൈഡിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 1.5 ലിറ്റർ 113 bhp ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് വാഹനത്തിന്. അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ പോകുന്ന സമയത്തും സിറ്റി ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും വളരെ സ്പോർട്ടി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം പവർഫുൾ ആണ് വാഹനം. അതുപോലെ തന്നെ SUV ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സീറ്റിങ്ങും കുറച്ചുകൂടി കംഫർട്ട് നമുക്ക് തരുന്നു. അതിൻ്റെ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട് വാഹനത്തിന്. അതുപോലെ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ വളരെ ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓവറോൾ വാഹനത്തിൻ്റെ റൈഡിങ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ സ്പോർട്ടി തന്നെയാണ്. വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുകയോ ചെയ്യുക. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിനും ലുലു മാളിനും മധ്യേ ഇൻഫോസിസിനും USDക്കും ഓപ്പോസിറ്റായിട്ട് അൽസാജ് അറീനയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ വാഹനത്തിന്റെ എക്സ്ചേഞ്ച് മറ്റ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വളരെ ലോ EMI-യിലുള്ള ഫിനാൻസ് സ്കീംസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്.